ചിലവർ പറയുന്നുണ്ട് പഴയ ഹിമാലയയുടെ ആ ലുക്കാണ് ഇഷ്ടപ്പെട്ടത്. 452cc എഞ്ചിനാണ്. ഫ്രണ്ടിൽ നിന്ന് ഒന്ന് ഇടിച്ച് കഴിഞ്ഞാലും ഇവിടെ ഒരു ഗാർഡ് ഉണ്ടായതുകൊണ്ട് നമ്മുടെ കാലിനൊന്നും പറ്റും. ഇങ്ങനെ ഇളക്കാം. ആ വൈറ്റും ഈ വൈറ്റും കൂടെ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ റോയൽ എൻഫീൽഡ്. നമ്മൾ ക്ലിക്ക് ചെയ്യുക, ഓൺ ചെയ്യുക. ചിലവർ പറയുന്നുണ്ട് ഇത് കാണാൻ പറ്റത്തില്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കാമല്ലോ. സ്റ്റാർട്ട് ചെയ്ത് നോക്കാം ഇത് എങ്ങനെ ഉണ്ടെന്ന്. 17 ലിറ്റർ ടാങ്ക് നമ്മൾ എടുത്ത് പൊക്കാൻ പോവാം. 80% ആൾക്കാരും കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെ. നമ്മളെ പുതിയൊരു വീഡിയോയിൽ സ്വാഗതം. അപ്പം ഇന്ന് റിവ്യൂ ചെയ്യാൻ വന്നിരിക്കുന്നത് ഹിമാലയാണ്. ഹിമാലയ 411, അതല്ല 450. 452cc ആണ് ഇതിനുള്ളത് കേട്ടോ. അപ്പോൾ ഗൈസ്, അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോയാൽ എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത് വെച്ചാൽ നമ്മുടെ ചാനൽ 80% ആൾക്കാരും കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ നമുക്കൊരു എനർജി വരത്തുള്ളൂ ഗൈസ്. അപ്പം നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഇതിനകത്തൊരു കളേഴ്സിൻ്റെ കാര്യമൊക്കെ ലാസ്റ്റ് പറയാം. എന്ന് വെച്ചാൽ ഹെവിയാണ്. അതായത് പണ്ടത്തെ ഹിമാലയെക്കാട്ടി കുറച്ചുകൂടെ ഹെവി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും കാണുമ്പോൾ തന്നെ കേട്ടോ. പൊളിയാണ് കേട്ടോ, ഒരു രക്ഷയിൽ. ഹിമാലയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നുന്ന മലയുടെ അത്ര ഉള്ള ഒരു വണ്ടി, നല്ല ഹെവി വണ്ടിയായിട്ടാണ് തോന്നുന്നത്. കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഹെവി തോന്നാൻ മെയിൻ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ടാങ്കാണ്. ഏകദേശം 17 ലിറ്ററിൻ്റെ ടാങ്ക് കപ്പാസിറ്റിയാണ് ഇതിന് വരുന്നത്. നമുക്ക് എന്തായാലും ഫ്രണ്ട് തൊട്ട് തുടങ്ങാം കേട്ടോ. ഇത് ഫുള്ള് യൂസ് ചെയ്തേക്കുന്ന LED ലൈറ്റാണ് വെച്ചിരിക്കുന്നത്. ഇൻഡിക്കേറ്റർ എല്ലാം LED ആണ്. ഇത് പഴയ നമ്മുടെ ഹിമാലയുള്ള അതേ ലൈറ്റാണ്. ഇവിടെ നമുക്ക് സ്പാർക്ക് ലൈറ്റ് ഉണ്ട്. മഴ പെയ്യുന്നു കേട്ടോ. റൗണ്ട് ഷേപ്പിൽ ആ ഒരു DNA പോലും കളയാതെ വെച്ചിരിക്കുന്നത്. പിന്നെ നമുക്കൊരു വിൻഡ് ഷീൽഡും വരുന്നുണ്ട്. ഓക്കെ, അപ്പം ഇതാണ് മെയിനായിട്ടുള്ള ഈ ഒരു ഹിമാലയയുടെ ലുക്ക്. ഫ്രണ്ടിൽ നിന്ന് നോക്കിയുള്ള ലുക്ക് ഇതാണ്. ഇതിൻ്റെ പുതിയൊരു ഹിമാലയയുടെ ഒരു ലുക്കേ മാറിയിട്ട് ചിലവർ പറയുന്നുണ്ട് പഴയ ഹിമാലയയുടെ ആ ലുക്കാണ് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞു. പക്ഷേ ഇതെന്ന് വെച്ചാൽ ഒരു ഹെവിയാണ്. പഴയ ഹിമാലയയുടെ ലുക്ക് അടിപൊളിയാണ്, പക്ഷേ ഇതൊരു ഹെവി ലുക്കാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. വൈറ്റ് കളറാണ്. വൈറ്റ് അല്ല ഇതിന് പറഞ്ഞത്. കളറിൻ്റെ കാര്യം ലാസ്റ്റ് പറയാം കേസ്, എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. അത് കറക്റ്റ് എഴുതി കാണിച്ചു തരാം. അത് പറയാൻ പറ്റത്തില്ല. പല പല പേരുകളാണ്. അതായത് ഒരു ടെറൈനിലെ പേരുകളാണ് ഇവർ ആ ഒരു കളേഴ്സിനായിട്ട് യൂസ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വരുന്ന സസ്പെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നോർമലായിട്ടുള്ള നമുക്കറിയാം USB സസ്പെൻഷനാണ് വരുന്നത്. പിന്നെ അതിനൊരു ഗാർഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ട് സസ്പെൻഷന് വേണ്ടി ഇവിടെ ഒന്ന് കല്ലും കാര്യങ്ങളൊന്നും അടിക്കാതിരിക്കാൻ വേണ്ടി ചെറിയൊരു ഫൈബറിൻ്റെ ഒരു ഗാർഡുണ്ട്. പിന്നെ അതേപോലെ ബാക്ക് എന്ന് വെച്ചാൽ മോണോ സസ്പെൻഷൻ, അത് വൈറ്റ് കളർ, നല്ല രസമുണ്ട്. ആ വൈറ്റും ഈ വൈറ്റും കൂടെ നല്ല അതിന് മാച്ച് ആവുന്നുണ്ട് കേട്ടോ. ഈ നമ്മൾ നിൽക്കുന്ന കരുനാപ്പള്ളിയാണ്. കരുനാപ്പള്ളി റോയൽ എൻഫീൽഡിൻ്റെ ഷോറൂമിലാണ് നമുക്ക് തന്നിരിക്കുന്നത് റിവ്യൂ ചെയ്യാൻ വേണ്ടി കേട്ടോ. പിന്നെ നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ ബ്രേക്കിംഗ് സിസ്റ്റമാണ്. 310mm ഒരു ഫ്രണ്ട് ഡിസ്കും വരുന്നുണ്ട്. അതേപോലെ 270, അതായത് 270 ഡയമീറ്ററുള്ള ഒരു ബാക്ക് ഡിസ്കുമാണ് വരുന്നത്. ഫ്രണ്ട് ടയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 21 ഇഞ്ചിൻ്റെ ഒരു ഹെവി ടയറാണ് ഇത് വരുന്നത്. C8 ടയറാണ് ഇവർ യൂസ് ചെയ്തേക്കുന്നത്. 17 ഇഞ്ചിൻ്റെ ബാക്കുമാണ് ടയർ വരുന്നത്. 90, 17 ഇത് ഏകദേശം 140-17 രൂപയുടെ വരുന്നത്. ഓക്കെ, നല്ല ബാലൻസ് ആണ്. 140 ബാക്ക് ടയർ വരുന്നത്. ഇവിടെ ഒരു ഗ്രേ കളർ, ഒരു ഗ്രീനിഷ് കളറാണ്. ഇവിടെ അടിപൊളി ഒരു ഗാർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഓക്കെ, അതിന് പിന്നെ നമുക്ക് ഇവിടെ ഒരു ഗാർഡ് വരുന്നുണ്ട്. ഇതൊക്കെ ഇൻബിൽറ്റ് ആണ് കേട്ടോ. അവിടെ ഒരു ഗാർഡ്, അതായത് വണ്ടി എന്തായാലും ചനിഞ്ഞ് മിനിയാൽ ടാങ്ക് ചളുക്കോ ഒന്നും പറ്റത്തില്ല. അതെന്തായാലും ഗ്യാരണ്ടിയാണ്. പിന്നെ നമുക്ക് വണ്ടി ആരെങ്കിലും ഫ്രണ്ടിൽ നിന്ന് ഒന്ന് ഇടിച്ച് കഴിഞ്ഞാലും ഇവിടെ ഒരു ഗാർഡ് ഉണ്ടായതുകൊണ്ട് നമ്മുടെ കാലിനൊന്നും പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ ഗാർഡും സേഫ്റ്റിയാണ്. നമുക്ക് എന്തായാലും ക്ലസ്റ്ററിലോട്ട് പോകാം. ക്ലസ്റ്ററിലൊക്കെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കേസ്. അപ്പോൾ ഞാൻ എന്തായാലും പറയാം. പിന്നെ ബാക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ടെയിൽ യൂണിറ്റ് കാണാൻ പറ്റത്തില്ല. ടെയിൽ ലൈറ്റ് ഇല്ല, അതായത് ബ്രേക്ക് ലൈറ്റ് കാണാൻ പറ്റത്തില്ല. കാര്യം ബ്രേക്ക് ലൈറ്റ് വെച്ചേക്കുന്നത് ഈ ഇൻഡിക്കേറ്ററിൻ്റെ കൂടെയാണ് ബ്രേക്ക് ലൈറ്റ് വെച്ചിരിക്കുന്നത്. ഞാൻ എന്തായാലും അത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം അതെങ്ങനെ കത്തുന്നത്. 452cc എഞ്ചിനാണ് ഈ വെച്ചിരിക്കുന്നത്. ഓഫ് റോഡിന് പോകാൻ വേണ്ടി നമ്മുടെ എക്സോസ് വെച്ചിട്ട് കുറച്ചും കൂടെ പൊക്കിയാണ് വെച്ചിരിക്കുന്നത്. റേഡിയേറ്ററാണ് ഈ ഇരിക്കുന്നത്. ലിക്വിഡ് കൂളാണ് വരുന്നത്. സീറ്റ് വരുന്നത് വെച്ചാൽ 2 സീറ്റായിട്ടുണ്ട്. ഇത് നമുക്ക് വേണമെങ്കിൽ ഊരി മാറ്റാൻ പറ്റും കേട്ടോ. കീ ഉണ്ട്. കീ വെച്ചിട്ട് നമുക്ക് ഊരി മാറ്റാൻ തോന്നി. എന്തായാലും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. എനിക്ക് ഉണ്ടല്ലോ ഇത്. ഓക്കെ, ഇത് ഉണ്ടല്ലോ. ഇത് നമുക്ക് ഇങ്ങനെ ഇളക്കാം. ഇതിൻ്റെ അകത്ത് സാധനങ്ങളൊക്കെ ഇടാം. ഓക്കെ കേട്ടോ, ഇത്രയാണ്. ഈ സാധനം ഊരാം. പിന്നെ നമുക്ക് എന്തായാലും തിരിച്ച് വെക്കാം കൂയ്സ്. ഓക്കെ, അപ്പം അങ്ങനെ നമുക്ക് പില്ലിയൻ സീറ്റ് വേണമെങ്കിൽ ഊരി മാറ്റാം. അല്ലെങ്കിൽ പില്ലിയൻ സീറ്റിൻ്റെ അടിയിൽ എന്തെങ്കിലും വെക്കാമെങ്കിൽ ചെറിയ ചെറിയ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ വെക്കാൻ വേണ്ടി നമുക്ക് ഈ കീട്ട് തുറന്ന് വെക്കാം. ചെയിൻ യൂണിറ്റ് വെച്ചിട്ട് വലിയ യൂണിറ്റ്, ഡയമീറ്റർ വലുതാക്കി വെച്ചിരിക്കുന്നത് കേട്ടോ. ഏകദേശം നമ്മൾ ഡിസ്പ്ലേക്കിൻ്റെ അത്ര തന്നെ ഉണ്ട്. അതിൻ്റെ എമ്പം എനിക്ക് അത്രയ്ക്ക് അറിയത്തില്ല. ഞാൻ എന്തായാലും ഇതിൻ്റെ ക്ലസ്റ്ററിലോട്ട് പോകാം. ക്ലസ്റ്ററിൽ പോകണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് പറയാം. അപ്പോൾ ഞാൻ എന്തായാലും താക്കോലിടാം. ഓക്കെ, ക്ലസ്റ്ററിൻ്റെ അകത്ത് റോട്ടറി സ്വിച്ചാണ് ഇതിൻ്റെ അകത്ത് വെച്ചിരിക്കുന്നത്. ഈറ്റോളിലൊക്കെ വരുന്ന പോലെ സെയിം റോട്ടറി സ്വിച്ചാണ് ഇതിൻ്റെ അകത്ത് ഫുൾ ഇൻക്ലൂഡ് ചെയ്ത് നമുക്ക് ഉണ്ട്. ഇത് ഹെഡ്ലൈറ്റ്, ഫ്ലാഷ്, പിന്നെ ഇൻഡിക്കേറ്റർ, നാവിഗേഷൻ ഇവിടെ നിന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും ഗൈസ്. അതുകൊണ്ട് പിന്നെ അതേപോലെ സ്റ്റാർട്ട് സ്വിച്ച് ഇതെല്ലാം ഓൺ ആയി കാണിച്ചു തരാം. അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. ജസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്യുക, ഓൺ ചെയ്യുക. ഓൺ ആക്കുമ്പോൾ ഹിമാലയനൊക്കെ എഴുതി കാണിച്ച് സംഭവം വണ്ടി ഓണായി വരും. അല്ലെങ്കിൽ ഇത് നമുക്ക് ക്ലസ്റ്റർ വേണമെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇത് വഴിയാണ് മെനു സെലക്ട് ചെയ്യുന്നത്. ഇതിനൊരു പ്രത്യേകത ഉണ്ട്. ഈ ഒരു ക്ലസ്റ്ററിനൊരു പ്രത്യേകത ഉണ്ട്. അതായത് നമ്മുടെ വണ്ടിയിൽ, അതായത് ബൈക്കിൽ വെച്ച് റൗണ്ട് ഡിസ്പ്ലേ, ഇത്രയും വലിയ റൗണ്ട് ഡിസ്പ്ലേ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ റോയൽ എൻഫീൽഡാണ്.
ഇത്രയും വലിയ ഡിസ്പ്ലേ. അപ്പോൾ ഞാൻ എന്തായാലും ക്ലസ്റ്ററിലോട്ട് പോയിട്ട് കാര്യങ്ങൾ പറയാൻ എന്തൊക്കെ ഇതിനകത്ത് കണക്ട് ചെയ്ത് നമുക്ക് മാപ്പ് ഇട്ടുകൊണ്ട് പോകാം, ലൈവ് മാപ്പ് ഇട്ടുകൊണ്ട് പോകാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് റോയൽ എൻഫീൽഡിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. നമുക്ക് എന്തായാലും ജസ്റ്റ് അങ്ങോട്ട് നോക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് കണക്ട് ചെയ്യുന്നത് വെച്ചാൽ ഇത് വെച്ചാണ് നമ്മൾ ഫുള്ള് കൺട്രോൾ ചെയ്യുന്നത്. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം, വൈഫൈ വഴി ചെയ്യണം, ബ്ലൂടൂത്ത് അല്ല. ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് നമുക്ക് ഇതിൻ്റെ അകത്ത് പാട്ടൊക്കെ കേൾക്കാം കേട്ടോ. ഇതിൻ്റെ അകത്തല്ല പാട്ട് ചെയ്യുന്നത്, ബ്ലൂടൂത്ത് കണക്ട് ചെയ്യുന്നത് നമ്മൾ ഹെഡ്ഫോണിൽ കണക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ബ്ലൂടൂത്ത് വരികയല്ല ഇത് കണക്ട് ചെയ്യുന്നത്, നമുക്ക് വൈഫൈ വെച്ചിട്ടാണ് കണക്ട് ചെയ്യുന്നത്. വൈഫൈ വെച്ച് റോയൽ എൻഫീൽഡ് ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, അത് ഇൻസ്റ്റാൾ ചെയ്യുക. കണക്ഷൻ അതിനകത്ത് നമ്മൾ മാപ്പ് എടുക്കുക, മാപ്പിൻ്റെ അകത്ത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഈ കണക്ഷൻ എക്സ്റ്റാബിൾ ആയി ചെയ്യും. അതായത് നമുക്ക് ഈ കണക്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്തൊരു കോഡ് കാണിക്കും. ഈ കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മാത്രം മതി. ഒരു കോഡ് ജസ്റ്റ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴേ നമ്മളെ ഈ ഡിസ്പ്ലേ ആയിട്ട് കണക്റ്റ് ആവും കേട്ടോ. പിന്നെ ഈ ഡിസ്പ്ലേക്ക് വേറെ പ്രത്യേകത ഉണ്ട്. ഇപ്പം ഇരുട്ടായി വന്നു കഴിഞ്ഞാൽ ഇത് ബ്ലാക്ക് കളറാവും, പിന്നെ ഡേ ടൈമിൽ ഇത് വൈറ്റ് കളറായിരിക്കും. കാരണം നമുക്ക് പെട്ടെന്ന് കാണാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് നമുക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഡിസ്പ്ലേ ഇട്ട്, അതായത് നമുക്ക് ലൈവായിട്ട് നമുക്ക് മാപ്പ് ഇതിൻ്റെ അകത്ത് ഡിസ്പ്ലേ ചെയ്യും ഗൈസ്. അപ്പോൾ അതാണ് ഒരു മെയിൻ ഇത്, നല്ല വലുതായിട്ട് ഡിസ്പ്ലേ ചെയ്തിരുന്നോളൂ, ഇതേപോലെ ഇരിക്കും. നമ്മൾ എഞ്ചിനിലോട്ട് വന്നു കഴിഞ്ഞാൽ ഏകദേശം 452 cc എഞ്ചിനാണ് വരുന്നത്, ലിക്വിഡ് കൂളാണ് വരുന്നത്, 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ് ഇതിന് വരുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതിൻ്റെ ടെസ്റ്റ് ഡ്രൈവ് ഉണ്ട്. ഇപ്പോൾ ടെസ്റ്റ് ഡ്രൈവ് വണ്ടി വന്നിട്ടില്ല ഗൈസ്. അപ്പോൾ ടെസ്റ്റ് ഡ്രൈവ് വരാനായിട്ട് നമ്മൾ ഒന്നുകൂടെ ഒന്ന് ഓടിച്ച് നോക്കുന്നതാണ് ഗൈസ്. ഇപ്പോൾ ഞാൻ ഓപ്പൺ ആക്കി ഇട്ടിട്ടുണ്ട്, കണ്ടല്ലോ സ്പാർക്ക് ലൈറ്റ് ഇങ്ങനെ വരും. നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഇത് തന്നെയായിട്ട് ബ്രേക്ക് ലൈറ്റ് ആയിട്ട് വർക്ക് ചെയ്യും ഗൈസ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഞാൻ ബ്രേക്ക് അപ്ലൈ ചെയ്ത് വെച്ചു തരാം, കണ്ടോ ഗൈസ്. അതായത് ഇതിൻ്റെ അകത്ത് തന്നെയാണ് ഇവർ ബ്രേക്ക് ലൈറ്റ് കൊടുത്തിരിക്കുന്നത്, വേറെ ടെയിൽ യൂണിറ്റും ഇല്ല. അതുകൊണ്ട് ബ്രേക്ക് ലൈറ്റ് ഇതിൽ തന്നെ LED ആണ് വരുന്നത്. ഇൻഡിക്കേറ്റർ ഇതിൽ തന്നെ വരുന്നത്. ഞാൻ എന്തായാലും ജസ്റ്റ് ഒന്ന് ഇൻഡിക്കേറ്റർ കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, കണ്ട ഇതിൻ്റെ അകത്ത് മറ്റേ റെഡ് കളറിലാണെങ്കിൽ സ്പാർക്കും പിന്നെ ആ ഒരു ബ്രേക്ക് ലൈറ്റ് റെഡ് കളറാണെങ്കിൽ ഒരു ഇൻഡിക്കേറ്റർ ഒരു യെല്ലോ കളർ തന്നെയാണ് ഗൈസ്. അപ്പം അതിൻ്റെ അകത്ത് തന്നെയാണ് ഇവർ ഈ ഒരു ബ്രേക്ക് ലൈറ്റ് കൊണ്ടുവന്നത്. ഹസാർഡ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഹസാർഡ് ഇട്ടാണ് ഇതേ കണക്ക് ഇരിക്കും. പിന്നെ നമുക്ക് ബ്രേക്ക് ലൈറ്റ് കൊണ്ട് കത്തിക്കുന്ന ചിലവർ പറയുന്നുണ്ട് ഇത് കാണാൻ പറ്റത്തില്ല, നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാമല്ലോ. ഓക്കെ, ഇത് കുഴപ്പമൊന്നുമില്ല, നല്ല വൃത്തിയായിട്ട് കാണാൻ പറ്റും, നല്ല വെട്ടമുണ്ട് കേട്ടോ. ഫോണിൽ എത്ര വെട്ടം ഉണ്ടെന്ന് എനിക്കറിയാൻ വയ്യ. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും നമ്മൾ ആ വണ്ടി ഇരിക്കുന്നത്. നമുക്ക് ടെയിൽ യൂണിറ്റ് ഇല്ല, അതിന് പകരം ഇൻഡിക്കേറ്ററിലാണ് നമ്മൾ ബ്രേക്ക് ലൈറ്റൊക്കെ അപ്ലൈ ചെയ്തേക്കുന്നത്. ഓക്കെ, നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്ത് നോക്കാറുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം ഇതെങ്ങനെ ഉണ്ടെന്ന്. ന്യൂട്രൽ സൈഡ് സ്റ്റാൻഡ് എന്ന് ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തായാലും ന്യൂട്രൽ ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. മിനിറ്റ് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ നോർമൽ ഇങ്ങനെ ഇരിക്കും. സ്റ്റാർട്ട് ചെയ്ത് ഇരുന്ന് ചെയ്യാൻ ഇങ്ങനെ ഇരിക്കും. നമ്മൾ ത്രോട്ടിൽ കൊടുത്ത് ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഈ റോൾ ചെയ്യും. ഒരുവിധം അടിപൊളി സൗണ്ടാണ് കേട്ടോ. നെക്സ്റ്റ് ഞാൻ എന്തായാലും ത്രോട്ടിൽ ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടോ നോക്കാം കേട്ടോ. ഇതാണ് കേട്ടോ അതിൻ്റെ ലുക്ക് എന്ന് പറയുന്നത്. നമുക്ക് സാധാരണ ഹിമാലയ വെച്ച് നോക്കി കഴിഞ്ഞാൽ ഇത് കുറച്ചും കൂടെ ഹെവിയാണ് കേട്ടോ. ഹെവി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. നമുക്ക് ഇവിടെ കണ്ട ഒരു സി ടൈപ്പ് പോർട്ടാണ് കേട്ടോ വെച്ചേക്കുന്നത്. സി ആണ്. ടാങ്കാണ് ഹെവി ആക്കി വെച്ചേക്കുന്നത്. ഏകദേശം 17 ലിറ്റർ ടാങ്കാണ് വരുന്നത്. വേറെ ഏതെങ്കിലും ബൈക്കിലുണ്ടോ 17 ലിറ്റർ? ഓക്കെ, നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. 17 ലിറ്ററാണ് ടാങ്ക് വരുന്നത്. കാര്യം നമ്മളെന്തായാലും വലിയ ഹിമാലയ അങ്ങനെയുള്ള ഓട്ടിക്കുകയല്ലേ, അപ്പം അതിനുവേണ്ടിയായിരിക്കും ചിലപ്പോൾ 17 ലിറ്റർ ടാങ്ക് വെച്ചേക്കുന്നത്. ഹെവി ടാങ്കാണ്. ഫുൾ ടാങ്ക് കൂടെ വരാൻ നേരത്തെ ഏകദേശം ഒരു 10 കിലോ കൂടെ കൂടുമല്ലേ, 17 കിലോ കൂടെ കൂടും. ഇപ്പം തന്നെ ഏകദേശം 195 കിലോ ആണ് ഇതിന്, 196 കിലോ ആണെന്ന് തോന്നുന്നത് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. ഹെവിയാണ് കേട്ടോ, വെയിറ്റ് പൊക്കാനൊക്കെ ഭയങ്കര പാടാണ്. യൂസ് ചെയ്തേക്കുന്ന ആക്സിലേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വയേർഡാണ് കേട്ടോ. അതായത് ഈ വയറാണ് പോയിരിക്കുന്നത്. ഈ വയേർഡാണ് ആക്സിലേറ്റർ യൂസ് ചെയ്യുന്നത്. അതായത് ആക്സിലേറ്റർ കേബിൾ അല്ല യൂസ് ചെയ്തേക്കുന്നത്, വയേർഡാണ്. അതായത് സെൻസറാണ് യൂസ് ചെയ്തിട്ട് സെൻസർ ഡിറ്റക്ട് ചെയ്തിട്ടാണ് ഇതിന് ആക്സിലേഷൻ കൊടുക്കുക. ഞാൻ എന്തായാലും ഒന്ന് കയറി ഇരുന്ന് കാണിച്ചു തരാം. ഇത് കണ്ടല്ലോ, കയറി ഇരിക്കുക. പിന്നെ ഹെവിയാണ്, 198 കിലോ, 96 കിലോ ആണ് നമ്മളെടുത്ത് പൊക്കാൻ പോവുക. കണ്ടോ, ഇങ്ങനെ ഇരിക്കും നമ്മൾ വണ്ടി ഓടിച്ച് ചെയ്യുക. കണ്ടോ, ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എടുത്ത് പൊക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പക്ഷേ നമ്മൾ ഓടിച്ചു പോകുമ്പോൾ നല്ല സുഖമാണ്, സ്മൂത്താണ്, വെയിറ്റ് തോന്നത്തില്ല കേട്ടോ. ഇതിന് അത്രയ്ക്ക് വലിയ വെയിറ്റ്. അപ്പം നല്ല ലുക്കാണ്. പിന്നെ എനിക്ക് കളർ നിൽക്കുന്നത് ഇഷ്ടപ്പെട്ടു. ഇത് തന്നെ റിവ്യൂ ചെയ്യാൻ വേണ്ടി തരാൻ പറഞ്ഞു ഗീസ് എങ്ങനെയാണ്. അപ്പോൾ ഞാൻ കളറൊക്കെ ഈ സൈഡിൽ എഴുതി കാണിക്കും. 5 കളറാണ് ഉള്ളത്. ബ്ലാക്ക് എന്നൊന്നും അല്ല ഗീസ് അതിന് പറയുന്നത്, പല കളേഴ്സിൻ്റെ പേരാണ് പറയുന്നത്. എന്തായാലും ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ എഴുതി കാണിക്കും കേട്ടോ കളേഴ്സ്. കാര്യം ഞാൻ പറഞ്ഞാൽ തെറ്റിപ്പോകും. അങ്ങനെ 5 കളറാണ് ഇതിന് അവൈലബിൾ. എല്ലാവരും മേടിക്കുന്നത് ബ്ലാക്ക് കളറാണ്. എല്ലാവരും മേടിക്കുന്ന ബ്ലാക്ക്, ഗോൾഡ് അങ്ങനെ വരുന്നൊരു കളറാണ്. ഇതിന് ടെസ്റ്റ് ഡ്രൈവ് ഉണ്ട്. ടെസ്റ്റ് ഡ്രൈവ് വരാൻ വേണ്ടി ഞാൻ കുറേ കൂടുതൽ കാര്യങ്ങൾ പറയാം കേട്ടോ. ഇതിൻ്റെ വില വരുന്നത് ഏകദേശം 3 ലക്ഷത്തി ചില്ലാൻ രൂപ. അത് ഞാൻ സൈഡിൽ എഴുതി കാണിക്കും കേട്ടോ. ഞാൻ വലുതായിട്ട് ചോദിച്ചില്ല വില എത്ര വരും. മറ്റേ ഹിമാലയയുടെയൊക്കെ ടെസ്റ്റ് ഡ്രൈവ് കുറേ അടിച്ചിട്ടുണ്ട്. അതായത് അപ്പോൾ നമുക്കറിയാം ആ ഹിമാലയ, അതായത് ഇതെടുക്കാനത് നല്ല വെയിറ്റാണ്, നല്ല അടിപൊളി വെയിറ്റാണ്. ഏകദേശം 196 കിലോ ആണ്ട് ഇത് വരും. എനിക്ക് തോന്നുന്നു ഹിമാലയക്ക് 200 മേളിലാണ്ട് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പം
ഈ ഒരു കിലോ നമ്മൾ എടുക്കുമ്പോൾ ഇപ്പോൾ ഈ സ്റ്റാൻഡിൽ നമ്മൾ ഈ സൈഡ് സ്റ്റാൻഡിൽ നിന്ന് എടുക്കുമ്പോൾ നല്ല പാടാണ് എടുക്കാൻ. പക്ഷേ നമ്മൾ ഓട്ടിച്ച് പോകുമ്പം നമുക്ക് അത്രയ്ക്ക് ഫീൽ ചെയ്യത്തില്ല. ഏകദേശം 80% ആൾക്കാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളെല്ലാം സബ്സ്ക്രൈബ് ചെയ്താൽ സപ്പോർട്ട് ചെയ്യും. മെയിനായിട്ട് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് എടുക്കാൻ ഏകദേശം 70,000 രൂപ ഉണ്ടെങ്കിൽ നമുക്കിത് EMI എടുക്കാൻ പറ്റും. ഡൗൺ പേയ്മെൻറ്റ് 70,000 രൂപ പറയുന്നത്. നല്ല ഒരു യൂസറാണെങ്കിൽ നല്ലൊരു സബ്സ്ക്രൈബറാണ്, അതായത് സിവിൽ വാല്യൂ ഒക്കെ നല്ല രീതിയിലുണ്ടെങ്കിൽ അതിനെക്കാട്ടി കുറച്ച് നമുക്ക് എടുക്കാൻ പറ്റും. 50 രൂപ ആ റേഞ്ചിലൊക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ആ ഒരു ഡീറ്റെയിൽ നിങ്ങൾ ജസ്റ്റ് ഡിസ്ക്രിപ്ഷൻ കിടക്കുന്ന നമ്പറിൽ വിളിച്ചാൽ അവർ ഡീറ്റെയിലായിട്ട് പറഞ്ഞത് നമ്മൾ ഉള്ള കരുനാഗപ്പള്ളിയാണ്. കരുനാഗപ്പള്ളി ഷോറൂമിലാണ്. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ വെച്ചിരിക്കുന്നത്, ലിങ്ക് വിട്ടേക്കാം. ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ അവർ അറേഞ്ച് ചെയ്ത് തരും. ആ സമയത്ത് ഇങ്ങ് വന്നാൽ മാത്രം മതി. അപ്പോൾ ഇഷ്ടമുള്ള വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല ഗൈസ്. അപ്പം എല്ലാവർക്കും ബൈ ബൈ.